പ്രവാസ ലോകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് വിദേശത്ത് ജോലിക്കായി നിയമവിരുദ്ധമായ റിക്രൂട്ട്മെന്റുകൾ ഇന്റർനെറ്റിൽ വർദ്ധിച്ചു വരികയാണ്. ഇതുവഴി പലരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈസൻസ് ഉള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികളുമായി ബന്ധപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്യുന്ന കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ, ട്രാവൽ ഏജൻസികൾ, ഫൗണ്ടേഷനുകൾ വഴി മാത്രമേ വിദേശത്തേക്ക് ജോലി തേടി പോകാവൂ എന്ന അഭ്യർത്ഥനയോടെ പ്രാർത്ഥനയോടെ കൂടിയാണ് ഇന്നത്തെ പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു വർഷം മുമ്പ് റിയാദിൽ വെച്ച് കാണാതായ സമീഹിനെ തേടിയാണ് ഇന്ന് സമീഹിന്റെ ഉപ്പയും ഉമ്മയും മാമനും കസിനുമൊക്കെ ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. വിസിറ്റിംഗ് വിസയ്ക്ക് ഉംറയ്ക്ക് പോയ ഉപ്പയും ഉമ്മയോടും ഒപ്പം ഇരുന്ന് അവസാനത്തെ ഊണ് കഴിച്ചതിന് ശേഷം ജോലി സ്ഥലത്തേക്ക് പോയിട്ട് തിരികെ വരാം എന്ന വാക്കുമായിട്ടാണ് സമീഹ് പിരിയുന്നത്. എന്നാൽ പോകും വഴി തനിക്ക് വഴി തെറ്റിയെന്നും താൻ ഉടനെ തന്നെ ഓഫീസിലേക്ക് എത്തുമെന്നുമാണ് സമീഹിന്റെ ഓഫീസിൽ ഏറ്റവും അവസാനമായി അറിയിച്ച കമ്മ്യൂണിക്കേഷൻ. സമീഹിന്റെ ദുരൂഹ തിരോധാനത്തെക്കുറിച്ച് ഒരുപാട് പത്രമാധ്യമങ്ങളിലൊക്കെ ന്യൂസുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ സമീഹിനെ കണ്ടെത്താൻ ഈ കുടുംബത്തിന് സാധിച്ചിട്ടില്ല. അവസാന പ്രതീക്ഷയുമാണ് ഇന്നിവർ പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. ചോദിച്ചറിയാം സമീഹിനെ കുറിച്ച് ഇവരോട് തന്നെ. സമീഹിന് എത്ര വയസ്സായി ഇപ്പോ? 27 വയസ്സായി. ഇയാൾ എത്ര കാലം അറേബ്യയിലുണ്ടായിരുന്നു? ഇപ്പം 3 വർഷമാകുന്നു. അവളല്ല, കാണാതായിട്ട്. കാണുന്നതിന് മുമ്പ് 1.5 വർഷം. ഈ മാർച്ചിലൊക്കെ 3 വർഷം. 2015 മാർച്ചിലാണ് പോയത്. 2017 ഡിസംബറിലാണ് കാണാതാകുന്നത്. ആദ്യമായിട്ടാണ് സൗദിയിലേക്ക്, ഗൾഫിലേക്ക് പോയത്. നാട് വിട്ടു പോയത് ഫസ്റ്റ് ആദ്യമായിട്ടാണ്. ആദ്യം അവൻ്റെ താമസ സ്ഥലവും ഓഫീസും അടുത്താണ്. ഞങ്ങൾ പോയാലും ഒരുവിധ സ്ഥലമൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ പോയി, ജയിലുകളിൽ പോയ, ജയിലുകള്, ഹോസ്പിറ്റലുകള്, മുറൂർ എത്താൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. മുറൂർ എന്ന് പറഞ്ഞാല് അവിടുത്തെ ട്രാൻസ്പോർട്ട് ഓഫീസ്, RTO എന്നൊക്കെ പറയില്ലേ, അതിനാണ് മുറൂർ എന്ന് പറയാം. അവിടെയാണ് വാഹന രജിസ്ട്രേഷനും ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ ഈ വാഹനങ്ങളുടെ ഈ നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ, ഇയാൾ ഓടിച്ച വാഹനത്തിന്റെ, ഇയാളല്ല ഓടിച്ചിരുന്നു, ആ വാഹനത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ പോലീസിന് കൊടുത്തിരുന്നു? അതെ, കൊടുത്തിട്ടുണ്ട്. കുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, പാസ്പോർട്ട്, അക്കാമ ഡീറ്റെയിൽ, വണ്ടിയുടെ TBJ 5642 എന്ന നമ്പറാണ്. ആ നമ്പറിന് ആ വണ്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ അവന്റെ കൂട്ടുകാരൻ, അവന്റെ വണ്ടിയല്ല അത്, അവന്റെ ഫ്രണ്ടിന്റെ വണ്ടി എടുത്തിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അവന്റെ ഫ്രണ്ടിന്റെ വണ്ടി എടുത്തിട്ടാണ് റൂമിൽ നിന്ന് അങ്ങോട്ട് പോയത്. പിന്നെ ഇത് പരാതിപ്പെട്ടിരുന്നോ? ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ അയൽവാസി തന്നെയാണ്. അയാൾ പരാതിപ്പെട്ടിരുന്നോ? അദ്ദേഹം പരാതിപ്പെട്ടിട്ടുണ്ട്. പോലീസ് എന്താ പറയണോ അവിടുത്തെ? ലോക്കൽ പോലീസ് എല്ലാം എൻക്വയറി നടത്തിയിട്ട് അവർക്ക് റിപ്പോർട്ട് ഇല്ലെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇന്ത്യൻ എംബസി കൊടുത്തു, നോർക്കയിൽ കൊടുത്തു, സൗദി എംബസി. ഇന്ത്യൻ എംബസിക്കൊക്കെ അവിടെ വളരെ കുറവേ ഇതിൽ ചെയ്യാനുള്ളൂ. നമ്മളിപ്പോൾ പലപ്പോഴും എംബസിയെ കഠിനമായി വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ കാര്യത്തിൽ അവിടെ കാണാതായതിൽ ഇപ്പോൾ എവിടെയെങ്കിലും പോയി ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുകയാണ്, അങ്ങനെ ഒന്നും അല്ലല്ലോ ഇപ്പോൾ ഉണ്ടായത്. ഒരാൾ തൊഴിൽ ചെയ്യുന്ന ഒരാൾ അപ്രത്യക്ഷമാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരാഴ്ച അവിടെ സെർച്ച് നടത്തിയിരുന്നു. മലയാളി കൂട്ടായ്മയും KMCC, കേളി ഇതൊക്കെ കൂടിയിട്ട്, അവിടെയുള്ള പ്രവാസികൾ കൂടിയിട്ട് എന്ത് ചെയ്യും, മരുഭൂമികളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാനുള്ള സംവിധാനം അങ്ങനെ ചെയ്തിരുന്നു. ഇയാള് മരുഭൂമിയിലാണോ എത്തപ്പെട്ടത്? വലിയ ദൂരം വരൂല. മലാസിന്ന് ബത്തയിലൊക്കെ വരുന്നത് വലിയ അകൽച്ചയില്ല. ഞാൻ ചോദിക്കുന്നത് ഡെസർട്ടാണോ? ഞാൻ പറയുന്നത് ടൗണിലാണോ അതോ ഡെസർട്ടാണോ? കാരണം വഴി തെറ്റി എന്ന് പറഞ്ഞാൽ, ഈ മരുഭൂമിയിൽ വഴി തെറ്റിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. ലോകത്തിൽ പല ഇതിലും പറയുന്നത് കേട്ടിട്ടുള്ളതും, എനിക്കൊരു പ്രാവശ്യം വഴി തെറ്റിയുള്ള ഒരാളാവും മരുഭൂമിയിൽ വെച്ചിട്ട്. ഒരു വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കൊരു സഹായത്തിന് വന്ന, പിന്നീട് കുറേ ഓടി വരുമ്പോൾ ഒരു
അറബി ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്ക് വഴി തെറ്റിയതാണെന്ന് മനസ്സിലായിട്ട് അയാൾ വന്നപ്പോൾ ഞങ്ങളെ ചീത്ത പറഞ്ഞു. അയാൾ പറഞ്ഞു ഒരു വണ്ടിയായിട്ട് പോകരുത് ഡെസേർട്ടിൽ. ഈ കുട്ടി ഡെസേർട്ടിൽ നിന്ന് വഴി തെറ്റിയതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ല, മലാസ് നിന്ന് ബത്തയിലേക്ക്, ഇത് ടൗൺ ആണ്, രണ്ടും ടൗണാണ്. അതിൻ്റെ ഇടയിൽ ഇതില്ല, ഡെസേർട്ട് ഇല്ല. ഇല്ല, ഡെസേർട്ട് ഇല്ല. ഗൂഗിളിൽ ഞങ്ങൾ സെർച്ച് ചെയ്തു, അവൻ്റെ മൊബൈലിൽ ഏതുവരെ ലാസ്റ്റ് കാണിക്കുന്നു. അപ്പോൾ ഒരു എക്സിറ്റ് 5 വരെ കാണിക്കുന്നു, പിന്നീട് സ്വിച്ച് ഓഫ് ആയിട്ടാണ് കാണുന്നത്. എക്സിറ്റ് 5 എന്ന് പറഞ്ഞാൽ ഇവിടെ അവിടെ അടുത്ത് തന്നെയുള്ള ലൊക്കേഷൻ തന്നെയാണത്. എല്ലാ സ്ഥലത്തും അന്വേഷിച്ചിരിക്കുന്നു. പോലീസ് സ്റ്റേഷൻ ഇവർ അന്വേഷിച്ചപ്പോൾ ജയിലിലുണ്ടെന്നുള്ള മെസ്സേജ് ഇവർക്ക് വന്നു. അതങ്ങനെ ഇവരവിടുന്ന് തിരിച്ചിങ്ങോട്ട് വന്നത്. തൽക്കാലം ഇവർ അവിടെ ഉണ്ടായപ്പോൾ ഇവരെ സമാധാനിപ്പിക്കാൻ അവിടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു ഞങ്ങൾ പറഞ്ഞു, അവിടുന്ന് പ്രവാസികൾ പറഞ്ഞു കൊടുത്താണ്. കാരണം ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുവാണ്, ഇവരെ കാണാതെ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് കിട്ടാതെ കസ്റ്റഡിയിൽ ട്രാഫിക് തെറ്റിയിട്ട് പോയതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൽക്കാലം എന്ത് പാരന്റിനെ സമാധാനിപ്പിക്കുകയായിരുന്നു. ജയിലുണ്ട് എന്നുള്ളത് ഒഫീഷ്യലായിട്ടുള്ള പ്രൂവോ തെളിവോ ഒന്നും ഞങ്ങൾ മുമ്പിലെന്തില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വിദേശകാര്യ സഹമന്ത്രി മന്ത്രി സുഷമ സ്വരാജ്, മുഖ്യമന്ത്രി ശ്രീമതി ടീച്ചർ, സുരേഷ് ഗോപി, രാകേഷ് MP, കുഞ്ഞാലിക്കുട്ടി MP, E.T. മുഹമ്മദ് ബഷീർ MP, രമേശ് ചെന്നിത്തല, റിച്ചി ഹാർട്ട് MP, ഇവർക്കൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, എല്ലാ വിവരങ്ങളും. അവർക്കൊന്നും ഇത് അവള് വെറുതെ ആളുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊന്നും ചെയ്യാനില്ല, അവർക്കൊന്നും ഇതിൽ ചെയ്യാനില്ല. ചെയ്യാനുള്ളത് ഈ കുട്ടിക്ക് തന്നെയാണ്. കുട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും, ഇപ്പം അങ്ങനെയുള്ള ഒരു കുട്ടിയല്ലോ, നമ്പർ അറിയാത്ത ഒന്നല്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്. ജോലി ചെയ്യുന്ന ട്രാവൽ ഏജൻസി എന്താ പറയണ? ട്രാവൽ ഏജൻസി ഈ വിഷയത്തിലൊന്നും, അൽഹിന്ദ് ട്രാവൽ ഏജൻസിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അൽഹിന്ദ് ഇവിടുത്തേരല്ലേ? അവിടെ അന്നേരം ഓഫീസ് ഉണ്ടായിരുന്നു, ഇവനായിരുന്നു അവിടുത്തെ കേഷറും അക്കൗണ്ടൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ അതിനുശേഷം അവരുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കമോ അന്വേഷണങ്ങളോ പ്രത്യേക കാരണങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെയുള്ള ബ്രദർ ഇപ്പം വിളിച്ചപ്പോഴും പറഞ്ഞു, അൽഹിന്ദ് ആ ഏജൻസി, ആ ട്രാവലുകാർ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, ഒരു കോറി പോലും നടത്തിയില്ല. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടോ എന്നുള്ള ഫീഡ്ബാക്ക് പോലും അവരെയാണല്ലോ അവസാനമായിട്ട് സ്വാമിക്ക് വിളിക്കുന്നത് അവിടുത്തെ സ്റ്റാഫിനെ വിളിക്കുന്നത്. അതിപ്പോ എന്താ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ അന്വേഷണമൊക്കെ നടത്തുന്നത് ഇവ മിസ്സിങ് ആണെന്നൊക്കെ പറയുന്നത് ഈ ഒരൊറ്റ ഫോൺ കോളിലാണ്. ഈ ഫോൺ കോൾ കിട്ടിയ ആളുകൾ യാതൊന്നും ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ഫോണ് കിട്ടിയത് ആർക്കാണോ ആ ആള് പറയുന്നതിന്റെ ഒരൊറ്റ തെളിവാണ് നിങ്ങൾക്കുള്ളത്, ഇയാള് മിസ്സിങ് ആണെന്ന്, അല്ലേ? വേറെ പറയണോ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. അതായത് ഈ ട്രാവൽ ഏജൻസിയിൽ ഉള്ള ഒരാൾക്കാണ് ഫോൺ വരുന്നത്, കറക്റ്റ് പറഞ്ഞോ? ഞാൻ ചോദിക്കുന്നത് ഈ ഫോൺ കിട്ടുന്ന ആള് ആ ഓഫീസിലെ ജോലിക്കാരനാണല്ലോ, ആ ട്രാവൽ ഏജൻസിയിലെ ആളാണല്ലോ. ആ ട്രാവൽ ഏജൻസിക്കാരാണ് ഇയാളെ അന്വേഷിക്കാൻ യാതൊരു താല്പര്യവും കാണിക്കാത്തത്. ആ ട്രാവൽ ഏജൻസിയിൽ ഇവന്റെ കൂടെ ജോലി ചെയ്തവർ അന്വേഷണത്തിനുണ്ടായിരുന്നു. പക്ഷെ ഒഫീഷ്യലായിട്ട് ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത് കാലിക്കറ്റ് ബേസ്ഡ് ആണല്ലോ അൽഹിന്ദിന്റെ ഇതൊക്കെ വരുന്നത്. അപ്പൊ അവിടെ നിന്നുള്ളൊരു ഫോഴ്സോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രേരണയോ ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഈ ആളെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളാണ്? ഇയാളെ കാണാനില്ല എന്ന് പറഞ്ഞ ആളെ വിശ്വാസമുള്ള ആളാണ്. ഒന്നും പറയല്ല, കാരണം വേറൊരു ബാഡ് ക്യാരക്ടർ ഒന്നുമില്ല നിങ്ങൾക്ക് ഫോൺ പറയാം. അപ്പൊ അതല്ലേ ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാല് ഈ അൽഹിന്ദ് ട്രാവൽസ് കാര്യമായ അന്വേഷണം നടത്തിയില്ല നിങ്ങൾ എന്ന് പറഞ്ഞതിൽ നിന്നാണ് ഞാൻ നിഗമനത്തി. ഇപ്പം അത് ശരിയല്ല. അവിടെയുള്ള പിള്ളേരൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്, അവരെന്നെല്ലാം അന്വേഷിക്കാറുള്ളത്. പിന്നെ അൽഹിന്ദ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ലല്ലോ, അവിടെ ജോലി ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ അവരതിൽ നമുക്ക് പറയാൻ നിവൃത്തിയില്ല. നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ മാനസികമായിട്ട്? ഇയാൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ഇയാൾക്ക് വല്ല ബന്ധമുണ്ടോ? ഇല്ല.
സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ജ്യേഷ്ഠൻ ഒന്നിച്ചനുണ്ടല്ലോ അങ്ങനത്തെ ഒരു ജ്യേഷ്ഠൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, MBA കഴിഞ്ഞിട്ട് പോയതാണ്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഭാഷ അങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അവിടെ മലയാളികളുടെ കൂടെ തന്നെയാണ്. ഒന്നിനൊന്നൊരു വേണ്ടാതൊരു സിസർ പോലും വിളിച്ചു. നിങ്ങളോടല്ല, എന്റെ സ്വഭാവം എങ്ങനെയാന്ന് അല്ല ഞാൻ ചോദിച്ചേ. ഇപ്പോൾ കുട്ടികളുടെ സ്വഭാവം ഉമ്മാക്കും പാപ്പാക്കുമാണ് അറിയാം. അവരൊക്കെ ബന്ധക്കാരൊക്കെ തന്നെ സൂക്ഷ്മമായിട്ട് അറിയുന്ന ആള് ഉമ്മയായിരിക്കും. ഇയാളുടെ എന്തെങ്കിലും പ്രത്യേകതകൾ കാണുകയോ ഈ അങ്ങനെ പോകുന്ന ആളുകളെ കുറിച്ച് എന്താ വെച്ചാൽ അതിന്റെ ഒരു ഏത് ലെവലിലായിരിക്കും ഇത് മനസ്സിലായിണ്ടാവുക. വൈകുന്നേരം ചായ കുടിച്ച് എന്നിട്ട് പറഞ്ഞു മഗ്‌രിബ് പള്ളിയിൽ നമസ്കരിച്ചോളൂ എന്നിട്ട് നമസ്കരിക്കുന്ന ആളാണ്, 5 വക്ത് നമസ്കരിക്കുന്ന ആളാണ്, ഭക്തനാണ്. മഗ്‌രിബ് പള്ളിയിൽ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാ പോയിനി. കൂടുതൽ നേരം പള്ളിയിൽ ചെലവഴിക്കുന്ന ആളാണ്. അങ്ങനെയില്ല, ആവശ്യത്തിന് പോയി നിസ്കരിച്ച് വരാൻ. അല്ലാണ്ട് വേറെ കൂടുതൽ പള്ളിയിൽ നമസ്കരിക്കുന്ന ആളല്ല, പള്ളിയിൽ പോയിരിക്കുന്ന ആളല്ല, പള്ളിയിൽ പോയിരിക്കില്ല, ജോലി ആ തരത്തിലുള്ളതുള്ള ആളൊന്നുമല്ല, ആത്മീയത കൂടിയ ആളല്ല. ഞാൻ ചോദിക്കുന്നത് മനസ്സിലായില്ല. സാധാരണ ഒരു പള്ളിയിൽ പോവുക കൂടുതൽ ആത്മീയത ഉള്ള ആളല്ല, കൂടുതൽ ആത്മീയത അതുപോലുള്ള പരിപാടികളിലോ സംഘടനകളിലോ ഒന്നുമില്ല പോകുന്ന ആളല്ല. ഇയാൾക്ക് വഴി തെറ്റിയെന്നാണ് അപ്പോൾ എനിക്ക് പ്രശ്നം. സ്ഥിരം പോകുന്ന റൂട്ടല്ല, ഇല്ല, അവിടെ വരുത്ത് കുറവല്ല. ഞങ്ങൾ പോയതിനു ശേഷമേ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഓഫീസും റൂമും അത്രയേ ഉള്ളൂ, കുറച്ച് നടന്നു പോകാനേ ഉള്ളൂ, വണ്ടിയായിട്ട് പോക്കില്ല. ഞങ്ങൾ വന്നാൽ മുതലാണ് ജ്യേഷ്ഠന്റെ റൂമിലേക്ക് വരാൻ തുടങ്ങി. എത്ര മാസമായി നമ്മൾ പോയിട്ട് 40 ദിവസം ആയി. അന്നേരമാണ് ഇവരെ മിസ്സായത്. ഇനി ഒരു 40 ദിവസം കൂടി നമ്മളവിടെ നിന്ന്, പിന്നെ അവിടുന്ന് വരെല്ലാം പറഞ്ഞ് നിങ്ങൾ പോകുന്നതിടയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരും അങ്ങനെ 40 ദിവസം നിന്ന് നമ്മുടെ വിസേൻ്റെ അവധി എത്തിയാലും ഞങ്ങൾ ഇങ്ങോട്ട് കയറി. പാസ്പോർട്ടും എല്ലാം പുള്ളിക്കാരനോടൊപ്പം തന്നെയായിരുന്നു. അതൊന്നും വേണ്ടല്ലോ, വത്താക്കല്ല വേണ്ട കയ്യിൽ, വേറെ ഒന്നും വേണ്ട. പാസ്പോർട്ടൊന്നും യാത്ര ചെയ്യുമ്പോൾ ഒരു തുമ്പും കിട്ടണില്ല. ചിലപ്പോൾ ഇങ്ങനെ വഴി നമുക്ക് കിട്ടാറുണ്ട്, ഇപ്പം അതുമില്ല. ചില കാര്യത്തിൽ എല്ലാ ആലോചനകളും ഒന്നും തന്നെ ഒരു സ്ഥലത്തേക്ക് എത്തണില്ല. എൻ്റെ 2000-ലധികം കേസുകൾ ഞാനിവിടെ ഇരുന്ന് കേട്ടിട്ടുണ്ട്. ഇത്രയും സങ്കീർണമായ ഒരു കേസ് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല. വിദ്യാഭ്യാസമുള്ള മോൻ, ജോലിയുള്ള മോൻ, സ്വഭാവത്തിലും എല്ലാം മാന്യതയുള്ള കുട്ടി എവിടെയായിരിക്കും? 1 വർഷമായതുകൊണ്ടാണ് ഒരാലോചന നടക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ആശുപത്രിയിൽ പോലും ഈ കുട്ടീനെ അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോയെന്ന്. പ്രവാസലോകം പ്രേക്ഷകരോടും പ്രവർത്തകരോടും എനിക്ക് പറയാനുള്ള, ഈ കുട്ടി സൗദി അറേബ്യയിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അധികം അന്വേഷിക്കേണ്ടത് ജയിലിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടി കിട്ടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. വണ്ടി തട്ടിക്കൊണ്ടുപോയതാണ്. ഇപ്പോൾ വളരെ സങ്കീർണമായ അറബ് ലോകമാണ് നമ്മളെ മുന്നിലുള്ളത്. ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല. ജയിലുകളിൽ ഒന്നും കൂടി പ്രവർത്തകർ അന്വേഷിക്കണം എന്നാണ് എനിക്കായി അറിയാനുള്ളത്. അപ്പോഴും തടസ്സം നിൽക്കുന്നത് വണ്ടിയാണ്. ഒട്ടേറെ ദുരൂഹതകളുണ്ട് ഈ കുട്ടിയുടെ അപ്രത്യക്ഷാവലിൽ. എന്തായാലും പ്രവാസലോകം പ്രവർത്തകർ ഒന്നുകൂടി അന്വേഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വരും, സമീഹ വരും, ഒരു സംശയമില്ല. സമീഹ വരാതിരിക്കില്ല.
സമീഹിനോട് ഏതെങ്കിലും അപകടകരമായ നിലയിലാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ പലതരത്തിൽ ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ലോകമെമ്പാടും കാണും സമീഹിൻ്റെ തിരോധാനം. സമീഹും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കാണും, യാതൊരു സംശയമില്ല. വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. സമീഹ് തിരിച്ചു വരണം. വ്യക്തിപരമായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കാരണത്താൽ അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം സഹായം വേണമെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് സമീഹിൻ്റെ കാര്യത്തിൽ. സമീഹിനെ കണ്ടെത്തുന്നവരുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ഞങ്ങളെ സമീപിച്ചാൽ ഏത് സ്ഥലത്താണെങ്കിലും സമീഹിന് നാട്ടിൽ വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കും. പ്രവാസലോകം പ്രവർത്തകർ വലിയ ഉത്തരവാദിത്തോടു കൂടി ഇത് അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അത്. നമുക്കിത് സംഭവിച്ചേക്കാം. നമ്മൾ എപ്പോഴാണ് എവിടെയാണ് അപ്രത്യക്ഷമാവുക എന്ന് നിശ്ചല്ല എന്ന് ഒരിക്കൽ കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് സമീഹിൻ്റെ തിരോധാനം. തീർച്ചയായിട്ടും അവരെ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുള്ള ഇതിൻ്റെ ഫലമായിട്ട് അവരെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ പ്രവാസ ലോകത്തിൻ്റെ ഈ അഭ്യർത്ഥന സമീഹിൻ്റെ അടുത്തും എത്തും. സമീഹ് തിരിച്ചു വരും, തീർച്ചയായിട്ടും തിരിച്ചു വരും. വരും കേട്ടാ, ധൈര്യമായിട്ട് വരും. വിദേശത്തേക്ക് ജോലി തേടി പോകും മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരിചയമല്ലാത്ത പല അനുഭവങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. മാനസികമായി അതിന് തയ്യാറെടുക്കുക. കാരണം വിദേശം മറ്റൊരു ലോകമാണ്. യഥാർത്ഥ യാത്രാരേഖകളുമായി മാത്രം യാത്ര ചെയ്യുക. കൃത്രിമ രേഖകൾ നിങ്ങളെ അപകടത്തിലെത്തിച്ചേക്കാം. തൊഴിലുടമ്പടി അഥവാ ജോബ് കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ തനിക്ക് ദോഷകരമല്ലെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം. ചെയ്യേണ്ടുന്ന ജോലിയുടെ സ്വഭാവം, രീതികൾ, ഡ്യൂട്ടി സമയം, ഓവർ ടൈം, വേതന വ്യവസ്ഥകൾ, വിശ്രമ സമയം, ലീവ്, ജോലി സുരക്ഷ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് തങ്ങളുടെ ജോബ് കോൺട്രാക്റ്റ് എന്ന് ബോധ്യപ്പെടണം. നിങ്ങൾക്ക് എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ പ്രവാസ ലോകം പ്രവർത്തകരെ ബന്ധപ്പെടാൻ മറക്കരുത്. ഗൾഫിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ എംബസി നമ്പറുകൾ ഇവയാണ്. സമീഹിന്റെ തിരോധാനം ദുരൂഹത നിറഞ്ഞതാണ്. സർവേലൻസ് ക്യാമറകളുള്ള താൻ ഓടിച്ചിരുന്ന വാഹനം അബദ്ധവശാൽ എങ്ങനെയോ സൗദി മിലിറ്ററി ബേസിൽ എവിടെയോ ചെന്നപ്പെട്ടതാകണം. സമീഹിനെ കാണാതാകാനുള്ള കാരണം അതാവാം. ഇന്ത്യൻ എംബസിക്കോ സൗദി മിലിറ്ററിയിലുള്ള മലയാളികൾക്കോ സമീഹിനെ കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.